നിയമസഭാ മണ്ഡലങ്ങളിൽ ഓരോ മണ്ഡലങ്ങളായി നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ സീനിയറായിട്ടുള്ള കുറേ നേതാക്കന്മാർ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. ജൂനിയേഴ്സും ചെറുപ്പക്കാരായിട്ടുള്ളവർ മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസ്സിലെ ഏറ്റവും സീനിയറായി മത്സരിക്കുന്ന നിരവധി ആളുകൾ മത്സരിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. യാതൊരു വിവാദവുമില്ല, യാതൊരു തർക്കവുമില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി ഞാൻ കണ്ടിട്ടുള്ളത് കൊച്ചുകുട്ടികൾ മുതൽ, അത് വളരെ കുഞ്ഞുങ്ങൾ മുതൽ സീനിയർ സിറ്റിസൺസിന് വരെയുള്ളവരെ എല്ലാവരെയും ഒരേ മനസ്സുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു വൈബുള്ള ആളാണ്. അത് അങ്ങനെ എളുപ്പമല്ല, രാഷ്ട്രീയത്തിൽ അങ്ങനെ എളുപ്പമുള്ളതല്ല. എല്ലാവരെയും ഒരേ മനസ്സുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ്. കോട്ടയത്തിൻ്റെ ചില ചരിത്രം പരിശോധിച്ചാൽ 1957 മുതൽ ഒന്നാം നിയമസഭയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വന്നത്. ഭാസ്കരൻ നായർ, അപ്പോഴൊരു നായർ കമ്മ്യൂണിറ്റി ഉണ്ട് അവിടെ കേട്ടോ. പിന്നെ ക്രിസ്ത്യാനികൾ ജയിച്ചിട്ടുണ്ട്. എന്നാൽ 60-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നു. 67-ലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വന്നത്. ഒരു MK ജോർജ് വന്നു. 70-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിന്നെ തുടർച്ചയായി സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ വന്നു. ഇടയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മേഴ്സി രവി വഴി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നു. അത് കഴിഞ്ഞ 3 സീസണായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അവിടുത്തെ MLA. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതിനു മുമ്പ് അടൂർ MLA ആയിരുന്നു. അടൂർ പിന്നെയാണ് സംവരണ മണ്ഡലം ആയപ്പോഴാണ് അദ്ദേഹം കോട്ടയത്ത് പോയത്. ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഏറ്റവും വലിയൊരു മറ്റൊരു പ്രത്യേകത, ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ പരിഗണനകൾക്കപ്പുറം എല്ലാവരെയും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ആത്മബന്ധം മണ്ഡലവുമായി ഉണ്ടാക്കും. അടൂരിൽ അദ്ദേഹം MLA ആയിരുന്നപ്പോൾ അദ്ദേഹം മന്ത്രിയായിരുന്നു, ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പോഴാണ് ജലനയം രൂപീകരിക്കുന്നതിൻ്റെ ആദ്യ ചർച്ചകളും അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഡ്രാഫ്റ്റും ഉണ്ടായത്. TM ജേക്കബിൻ്റെ കാലത്തുണ്ടായി. പക്ഷേ അതിന് വളരെ സീരിയസ് ആയി അതിനെ ഒരു പബ്ലിഷിംഗ് ലെവലിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള ക്യാമ്പയിനിലേക്ക് കൊണ്ടുപോയി വളരെ ഭംഗിയായിട്ടുള്ള ഡോക്യുമെൻ്റായി മാറുന്നത് തിരുവഞ്ചൂരിൻ്റെ കാലത്താണ്. പക്ഷേ പിന്നെയാണ് NK പ്രേമചന്ദ്രൻ വന്നപ്പോഴാണത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് രീതിയിൽ പബ്ലിഷ് ചെയ്തത്. അത് വേറെ കഥയാണ്. NK പ്രേമചന്ദ്രൻ ഇപ്പോൾ UDF-ലാണ്. അതുപോലെ തന്നെ ജലസാക്ഷരത പരിപാടികൾ സംസ്ഥാനത്ത് സോണിയാഗാന്ധിയുടെ വരെ അപ്രീസിയേഷൻ പിടിച്ചുപറ്റിയിട്ടുള്ള ജലസാക്ഷരത പരിപാടികൾ അന്ന് കേരളത്തിൽ നടത്തിയിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവനന്തപുരത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തിരുവനന്തപുരത്ത് ചാരാച്ചിറ എന്ന് പറയുന്ന PMG കത്തിലെ ചാരാച്ചിറ കുളം മുതൽ 5 കിലോമീറ്റർ വരുന്ന തമ്പാനൂർ പത്മതീർത്ഥ കുളം വരെ വലിയ ആഘോഷമാണ് നടത്തിയത്. അത് വലിയ പരിപാടിയാണ് നടത്തിയത്. അതുപോലെ തന്നെ ജലത്തിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണത്തിന് വേണ്ടിയും മഴവെള്ള സംഭരണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള വലിയ ക്യാമ്പയിൻ തുറന്നു വിടുന്നതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വലിയ പങ്കുണ്ട്, മന്ത്രി എന്നുള്ള നിലയിൽ. അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് ഇന്ന് കാരണം കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, അവിടെ അദ്ദേഹത്തിന് ചില അബദ്ധങ്ങൾ പറ്റിയെന്ന് ഞാൻ പറയാം. അതിപ്പോൾ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവിടെ ചില ആളുകളെ അദ്ദേഹം ഫിക്സ് ചെയ്തത് ശരിയായില്ല എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും അങ്ങനെ ഒരു അതോറിറ്റി ഗൗരവമായി കൊണ്ടുവരാനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തെ വളരെ വലിയ ഒരു സ്ഥാപനമാക്കി മാറ്റാനും തിരുവഞ്ചൂരിന് കഴിഞ്ഞു. മാത്രമല്ല കോട്ടയത്ത് അദ്ദേഹം ക്ലൈമാറ്റ് ചേഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ കൊണ്ടുവരാൻ തിരുവഞ്ചൂർ പ്രവർത്തിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമാറ്റ് ചേഞ്ച് സ്റ്റഡീസിൻ്റെ ഒരു സ്ഥാപനം കോട്ടയത്ത് കൊണ്ടുവരികയുണ്ടായി. അതും അദ്ദേഹത്തിൻ്റെ ഭരണം മാറിയതിന് ശേഷം, UDF മാറിയതിന് ശേഷം അതും തളർവാദം പിടിച്ച് പക്ഷാഘാതം പിടിച്ച് കിടക്കുകയാണ്. ഇപ്പോഴും അതിനൊരു
വളരെ നാമമാത്രമായ ഒരു സ്ഥാപനമായി നിൽക്കുകയാണ്. ഒരുപക്ഷേ ഇനി UDF വന്നാൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള സ്ഥാപനം എന്നുള്ള നിലയിൽ അതിനെ ഉയർത്തിയെടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം റവന്യൂ വകുപ്പിലിരുന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ. കുറച്ചു കാലം അദ്ദേഹം വനം വകുപ്പ് കൈകാര്യം ചെയ്തു. വനം വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ വളരെ കൃത്യമായി വനം കൊള്ളക്കാരുടെ ഭീഷണി പോലും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിട്ടും അദ്ദേഹം തളർന്നില്ല. അദ്ദേഹത്തിന് സ്പെഷ്യൽ ഗൺമാൻ വരെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീണ്ടും അദ്ദേഹത്തിന് വലിയ സംരക്ഷണം അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിലാണ് വലിയ സംരക്ഷണം അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു. അഡീഷണൽ സംരക്ഷണം. കാരണം മന്ത്രി എന്നുള്ള നിലയിൽ ഈ വനം കൊള്ളക്കാരുടെ വലിയ എതിർപ്പ് അദ്ദേഹം നേരിട്ടിരുന്നു. അപ്പോൾ പരിസ്ഥിതിയുടെ കാര്യത്തിലായാലും ജലത്തിൻ്റെ കാര്യത്തിലായാലും പ്രകൃതി ദുരന്തങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ വലിയ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇപ്പുറത്ത് നിൽക്കുന്ന അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വലിയ കാൻഡിഡേറ്റ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം തോറ്റുപോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലുള്ളത്. വലിയ ഭൂരിപക്ഷത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. കോട്ടയം നഗരസഭ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. ഈ മണ്ഡലത്തിലെ വിജയപുരം പഞ്ചായത്തും പനച്ചിക്കാട് പഞ്ചായത്തുമാണ്. ഇതെല്ലാം UDFന് വലിയ അപ്പർ ഹാൻഡുള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവിടെ നിന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മണ്ഡലത്തെ നോക്കുന്ന കാര്യത്തിൽ, വികസനത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ആകാശപാത കൊണ്ടുവന്നു. പക്ഷേ തുടർന്ന് വന്ന ഗവൺമെൻറ് അത് കൊണ്ടുപോയില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഈ മണ്ഡലങ്ങളുടെ തുടർച്ചയുടെ ഒരു പ്രശ്നമുണ്ട്. ഗവൺമെൻറ്റുകളുടെ തുടർച്ച വരുമ്പോൾ വരാത്തതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടെ കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. കോൺഗ്രസിനകത്ത് ജയിക്കുമെന്ന് ഷുവറായിട്ടുള്ള സീറ്റുകളിൽ ഒരു സീറ്റാണ് അദ്ദേഹം. അവിടെ ഒരട്ടിമറിയും നടക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. കാരണം എതിർ സ്ഥാനാർത്ഥി ഒരു ആപ്റ്റ് കാൻഡിഡേറ്റ് പോലുമല്ല. അഡ്വക്കേറ്റ് അനിൽകുമാർ ഈ ചാനൽ ചർച്ചകളിൽ വന്ന് സ്ഥിരമായി തോൽക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ത് പറഞ്ഞാലും പിന്നെ വഴക്കുണ്ടാക്കി. ആദ്യത്തെ സെൻറ്റൻസ് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം വഴക്കുണ്ടാക്കും. എതിരാളി കൂടെ ഇരിക്കുന്ന സഹ പാനലിസ്റ്റുകളോട് വഴക്കുണ്ടാക്കും. അല്ലാതെ ഡേറ്റയോ ഇൻഫർമേഷനോ അങ്ങനെ ഒരു ചർച്ച കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത്. UDF വന്നാൽ വളരെ കൃത്യമായ ഒരു പൊസിഷനിൽ മന്ത്രിസ്ഥാനത്തൊക്കെ വരാൻ സാധ്യതയുള്ള ആളാണ്. NSS നായർ സർവീസ് സൊസൈറ്റിയുമായിട്ടും SNDPയുമായിട്ടും ക്രിസ്തീയ സംഘടനകളുമായിട്ടും എല്ലാവരുമായിട്ടും വലിയ ബന്ധം, മാധ്യമങ്ങളുമായിട്ടും എല്ലാവരുമായിട്ടും വളരെ കൃത്യമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന, ഞാൻ ഈ പറഞ്ഞ പോലെ ജനങ്ങളുമായും ജനകീയ പ്രശ്നങ്ങളുമായും അത് എതിരാളികളുടേതായാൽ പോലും വളരെ കൃത്യമായി സൂക്ഷിക്കുന്ന നേതൃത്വമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഗണേഷ് മന്ത്രിയായിരുന്നപ്പോൾ കാണിച്ചു കൂട്ടിയ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള പല ഡോക്യുമെൻറ്റുകളും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഉണ്ടായിട്ടും ഇപ്പോൾ കഴിഞ്ഞ 4-5 മാസം മുമ്പ്, ഒരു മാസം മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന വേളയിൽ ഗണേഷ് ഒരുപാട് ആക്ഷേപങ്ങൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോഴും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്, ഞാനൊരു ഡീസൻറ്റ് പൊളിറ്റീഷ്യൻ ആയിട്ട് മാറാനാണ് ആഗ്രഹിക്കുന്നത്. പൊളിറ്റിക്സിൽ എതിർവശത്ത് നിൽക്കുന്നവരുടെ പുറത്ത് ചെളിവാരി എറിയാൻ എൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ല എന്നുള്ള നിലയിലൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസ്കാരവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡീസൻസിയൊക്കെ ഒന്നുകൂടി കോട്ടയത്തുകാർ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിനതീതമായി തിരുവഞ്ചൂർ കോട്ടയത്ത് തേരോട്ടം നടത്തുമെന്നാണ് അവിടെ നിന്ന് ഫീൽഡ് തലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ.